അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗീത. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. തുഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് കോടാനുകോടി നന്ദി. ഇതെൻ്റെ മകൾ ദീപ. വിവാഹം കഴിഞ്ഞ് 10 വർഷം കുട്ടികളൊന്നും ആയിരുന്നില്ല. കൃപാസനത്തിൽ ആദ്യമായി ഞാൻ വന്നത് എൻ്റെ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞിട്ടാണ്. ആങ്ങളയുടെ ഭാര്യ ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ അവിടുന്ന് ഒരു ചേച്ചി പോന്ന് ഇവിടെ വന്ന് ആ ബ്ലീഡിംഗ് ഒക്കെ മാറി. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയാൽ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. അങ്ങനെ വന്ന് ഇവളെ വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു പോയി. ഇവള് 10 വർഷം ആദ്യം ഒന്നുണ്ടായി, അത് അബോർഷനായി പോയി. പിന്നെ ഉണ്ടാകില്ല. 10-12 ഡോക്ടർമാരെ കാട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല രണ്ടാക്കും എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ലണ്ടനിൽ പോയി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ വയറ്റത്ത് അവളെയും അവൻ്റെയും ഫുൾ സൈസ് ഫോട്ടോയിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ ദിവസം ഞാൻ ഇവൾക്ക് തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി പോലെ എൻ്റെ ബേക്കെന്ന് പറഞ്ഞു, അവൾക്കല്ല അവനാണ് കുരിശ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 3 മാസം അവന് കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. ഫോട്ടോയിൽ രണ്ടാളെയും ഫുൾ സൈസ് ഫോട്ടോയിലാണ് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ 3 മാസം ആയപ്പോൾ ഓക്ക് വിശേഷം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അച്ഛൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 വർഷമായിട്ട് മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഒന്ന് ഞാനായിരുന്നു. അത് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കതിൻ്റെ ഫലം കാട്ടിത്തന്നു. ഇവൻ 7 മാസമായപ്പോഴാണ് ഇങ്ങോട്ട് ഈ കേരളത്തേക്ക് വന്നത്. അതുവരെ UK-യിലായിരുന്നു. ഓനൊരു കുഴപ്പമില്ലാതെ എല്ലാം സുഖമായിട്ട് അവിടെ കഴിഞ്ഞു. കഴിഞ്ഞ നവംബർ 21 തീയതി നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ സിസേറിയനിലൂടെ ഞങ്ങൾക്ക് കിട്ടി. അവൻ്റെ പേര് ഇവാൻ എന്നാണ്. ഇത് തന്ന ദൈവത്തിന് ഒരു കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തി ഞാൻ ഇവിടുന്ന് കിട്ടണ പേപ്പർ മഞ്ചേരി ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും ഒക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ ആശുപത്രിയിലും ചോറ് പൊതി കൊണ്ടു കൊടുത്തു. ആശുപത്രിക്കാർ പിന്നെ അവർക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനാഥാലയത്തിൽ ദിവസം ഓരോ ആഴ്ചയിലൊക്കെ ഭക്ഷണത്തിന് എന്നാൽ കഴിയണ പോലെ ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ഡെയിലി ബ്രെഡും വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടും. പിന്നെ സാക്ഷ്യം ഒരു ദിവസം 5 സാക്ഷ്യമെങ്കിലും ഞാൻ കേൾക്കും. പിന്നെ ധ്യാനം ഒരു ദിവസത്തെയും ധ്യാനം ഞാൻ മുടക്കലില്ല. മകൾ പ്രസവിച്ച ഒരു 2 മാസത്തെ ധ്യാനം മുടങ്ങി, അതും കൂടി പിന്നെ ഓരോ ദിവസം വെച്ച്. പിന്നെ ബൈബിൾ മൊത്തം വായിച്ചു കഴിഞ്ഞു. പുതിയ നിയമം 2ാമതും വായിക്കാൻ തുടങ്ങി. കൊന്ത ചെല്ലും. പത്രം വാങ്ങിച്ചിട്ട് ഒരാൾ പറഞ്ഞെന്നോട്, എന്തിനാ നിങ്ങൾ ഇതും കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പം ഞാനത് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, പേപ്പർ വേണ്ടെങ്കിൽ തന്നാൽ മതി, എന്നെ വേണ്ടാത്തതൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് പേപ്പർ മേടിച്ച് അയാളെടുത്ത് പോന്നു. ദൈവം തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപ. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അബോർഷനായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം 10-12 ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. PCODൻ്റെ ഒരു പ്രശ്നമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് 2 പേർക്കും. 10 വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിനെ എനിക്ക് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വചനമാണ്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. രക്ഷ ഒരു പ്രത്യേക കൂട്ടർക്കല്ല, ഒരു പ്രത്യേക മതത്തിനല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിനല്ല. രക്ഷ ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ഇന്നിൻ്റെ രക്ഷ കിട്ടാനുള്ള ഒരു വലിയ മാർഗമാണ് ഉടമ്പടി. വചനം പറഞ്ഞതുപോലെ ശിമയോൻ ഒരു സാധാരണ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ് ദൈവലോകത്തിനായി ഒരുക്കിയ രക്ഷയാണെന്നാണ് ശിമയോൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാനും കരയാനും കണ്ണീരൊഴുക്കുവാനുമുള്ള ഒരു വലിയ സന്നിധിയാണ് പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയം. ഈ ആലയത്തിൽ വന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ജാതിയോ മതമോ ഒന്നും നോക്കാതെ കാലഘട്ടത്തിനനുസരിച്ച്, കുടുംബങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ച് കണ്ണീരോടെ നാം പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും കേൾക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ലോകത്തിന് ഇന്നൊരമ്മയുണ്ടെങ്കിൽ
അത് കൃപാസന അമ്മയാണ്. ലോകത്തിൻ്റെ നാനാ ജാതി മതസ്ഥരായ എല്ലാവരും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ വന്ന് ആ കണ്ണീരൊപ്പുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്ന ഈ മകൾക്ക് വേണ്ടിയിട്ട് അമ്മയാണ് വന്ന് പ്രാർത്ഥിച്ചത്. അതും അക്രൈസ്തവരായ മക്കൾ ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യമേ ഒരു വീട്ടിൽ ഒരു ദൈവാനുഭവമുണ്ട്. ആ അനുഭവം കേട്ട് ആ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഈ സഹോദരിക്കും വിശ്വാസമായത്. 10 വർഷമായി പല ഹോസ്പിറ്റലുകളിൽ പോയി 12 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടും ഒരു കുട്ടിയായില്ല. എന്ത് കാരണമെന്ന് ഡോക്ടേഴ്സിന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ മകൾക്ക് PCOD ഉണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടി അബോഷനായി. പിന്നീട് ഒരു കുട്ടിയെ കിട്ടാനായിട്ട് 10 വർഷത്തോളം അവർ കാത്തിരുന്നു. ഈ സഹോദരി കൃപാസനത്തെ പറ്റി അറിയുകയും എല്ലാ കുടുംബ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഈ അമ്മയെപ്പറ്റി അറിയുകയും സമയചുരുക്കത്തിന് മേലധികാരമുള്ള കൃപാസനം അമ്മയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുമായി കണ്ണീരോടെ ഈ സഹോദരി വരികയാണ്. ഇവിടെ വന്ന് ഉടമ്പടി നിയോഗമായി സമർപ്പിച്ചത് സ്വന്തം മകൾക്കൊരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഉടമ്പടി എടുത്ത്, നമുക്കറിയാം ഉടമ്പടി ഉടനടി പരിഹാരമാണ്. ഉടമ്പടി എടുത്ത് 3 മാസം പൂർത്തിയാക്കിയില്ല. അതായത് ഒരു ഉടമ്പടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ മകൾ കൺസീവ് ആകുന്നത്. 10 വർഷം സാധ്യമാകുന്ന കാര്യമാണ്. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ഈശോയുടെ അരികിൽ വന്ന് ആ ഈശോയുടെ അരികിലേക്ക് നമ്മളെ കരം പിടിച്ച് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. സമയത്തിന് മേൽ അധികാരമുണ്ട്. അന്നും ഈശോ പറഞ്ഞത് എൻ്റെ സമയമായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. ഇത്രയും വർഷങ്ങൾ, ഇത്രയും നാളുകൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയായിരുന്നു. നമ്മളെങ്ങനെയാണ് കാറ്റക്കിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതും പ്രാർത്ഥന എപ്പോഴും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ പ്രാർത്ഥന ചൊല്ലുക മാത്രമല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഈ സഹോദരി, അക്രൈസ്തവയായ ഈ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് മകൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. 10 വർഷം ഒരുപക്ഷെ ഒരു നീണ്ട സമയമാണ്. ഒരുപക്ഷെ പ്രതീക്ഷയില്ലാവാം. പ്രതീക്ഷ തകർന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമായിട്ടാണ് ഈ സഹോദരി ഇവിടെ വന്നത്. പക്ഷെങ്കിൽ കൂടുതൽ തീഷ്ണതയോടെ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ ഇഷ്ടമനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിച്ചപ്പോൾ, ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ മകൾ കൺസീവ് ആകുകയാണ്. ഇതാണ് സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. അത് നമ്മുടെ സമയത്ത് നമ്മുടെ കണ്ണുകൾ കണ്ട് കാണുവാൻ സാധിക്കുന്നു. അതൊരു വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ സമയത്താണ്. ഈ കാലത്തിൻ്റെ സമയത്തിന് അനുസൃതമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും അമ്മ പറഞ്ഞത് തന്നെ ദുരന്തം വരുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരന്തങ്ങളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയാണ് ഈ മകളോട് പറഞ്ഞതും. മകന് വേണ്ടി നമ്മൾ പ്രാർത്ഥന കൂടുതൽ തീഷ്ണതയോടെ ആകുമ്പോൾ അമ്മ തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ അമ്മയോട് ഒരു അശരീരി പറയുകയാണ്, മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ട, മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഓരോ ശബ്ദം അമ്മ തന്നെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ കൂടുതൽ എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അമ്മ നമ്മുടെ അടുത്ത് വരികയാണ്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ മകൾക്ക് വേണ്ടി, സഹോദരി മകൾക്ക് വേണ്ടി മാത്രമല്ല മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നല്ല ന്യൂസ് വരികയും ഇവാൻ എന്ന കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇവാൻ. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മക്കൾ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമുക്ക് ഒറ്റപ്പെട്ടവരായി തോന്നാം, സമൂഹം മാറ്റി നിർത്താം, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്നുള്ള തോന്നലുണ്ടാവാം. വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, സ്നേഹത്തിലും കരുണയിലുമാണ്. ദൈവലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യാശയാണ് ഇന്ന് ഉടമ്പടി. കൃപാസനം അമ്മ തുറന്ന ഹൃദയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന അമ്മയാണ്. കൃപാസനം ഇന്ന് എല്ലാവർക്കും മുമ്പിൽ എല്ലാവർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന രക്ഷ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു സന്നിധിയാണ്. അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയുടെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്താനാണ്. സ്നേഹത്തിലൂടെ, ക്ഷമയിലൂടെ, സഹനത്തിലൂടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ രക്ഷ കാണുന്ന വഴിയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗീതയ്ക്കും കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ, പ്രത്യേകിച്ചും ഈ കുഞ്ഞുവാവ ഐവാന് നൽകിയ കൃപയെക്കുറിച്ച് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.